السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട വിശ്വാസികൾ, ഇബ്നു ബാസ് റഹിമഹുള്ളയുടെ ദുറൂസുൽ മുഹിമ്മ ലിആമത്തിൽ ഉമ്മ എന്ന കിതാബിൽ ഒന്നാമത്തെ പാഠത്തിൽ ഫാത്തിഹയുടെയും ചെറിയ സൂറത്തുകളെയും തഫ്സീർ കഴിഞ്ഞ് രണ്ടാമത്തെ പാഠത്തിൽ ഇസ്ലാമിന്റെ അർക്കാനുകളെ കുറിച്ചാണ് നാം ചർച്ച ചെയ്യുന്നത്. ഇതിൽ ഒന്നാമത്തേത് രണ്ട് ഷഹാദത്തുകളെ കുറിച്ചുള്ള അറിവാണ്. അതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിന്റെ മഅന, അതിന്റെ അർക്കാനുകൾ, അതിന്റെ ശുറൂത്തുകൾ നമ്മൾ പറഞ്ഞു. അതുപോലെ രണ്ടാമത്തെ ഷഹാദയായിട്ടുള്ള മുഹമ്മദ് റസൂലുള്ളാഹ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നെല്ലാം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പൊ കഴിഞ്ഞ ദർസിൽ ശുറൂത്തുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കുട്ടികൾ ആരെടുത്ത് ചോദിച്ചാലും പറഞ്ഞുതരും. അടുത്ത ദർസിൽ പഠിച്ചിട്ട് വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും പഠിച്ചിട്ടോ? ആറാമത്തെ എന്താന്ന് നിനക്ക് മലയാളം അറിയോ? മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിച്ചാലുള്ളത്? മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ഷഹാദത്ത് ചെയ്താൽ അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞ പഠിച്ചാലൊക്കെ ഉണ്ട്. മലയാളത്തിൽ പറഞ്ഞാലും മതി, അറബിയിൽ എന്ന് പറയണമെന്നില്ല. ആർക്കെല്ലാം അറിയോ? അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഈ ഷർത്തുകൾ പാലിച്ചിരിക്കണം എന്ന് പറഞ്ഞു. മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ ഒരാൾ മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം? നമ്മൾ പറഞ്ഞത് എത്ര കാര്യങ്ങളാണ്? ഒന്നാമത്തേത് തസ്ദീഖുഹു ഫീമാ അഖ്ബർ, അടുത്ത ക്ലാസ്സിലേക്ക് പഠിച്ചിട്ട് വരണം. ഒന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച കാര്യങ്ങളെ സത്യപ്പെടുത്തണം, വിശ്വസിക്കണം. രണ്ടാമത്തേത് വതഅതുഹു ഫീമാ അമറ, കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കണം. മൂന്നാമത്തേത് വജ്തനാബു മാ നഹാ അൻഹു വസജറ, വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കണം. നാലാമത്തേത് വഅല്ലാ യുഅബദല്ലാഹ് ഇല്ലാ ബിമാ ശറഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ശറഅക്കിയതുപോലെ മാത്രമേ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. ഈ നാല് കാര്യങ്ങളാണ് മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞ ഒരാൾക്ക് ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ. ഇതെല്ലാവരും പഠിക്കണം. ഇനി ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് ഇതിന്റെ അടുത്തതായിട്ട് തുടർന്ന് പറയുകയാണ്, ثم يبين للطالب بقية أركان الإسلام الخمسة، وهي الصلاة والزكاة وصوم رمضان وحج البيت الحرام لمن استطاع إليه سبيلا. ابن باز رحمه الله പറയുന്നത് ثم يبين للطالب بقية أركان الإسلام. ഈ രണ്ട് ഷഹാദയെ കുറിച്ചുള്ള പഠനം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിദ്യാർത്ഥിക്ക് വ്യക്തമാക്കി കൊടുക്കണം എന്താണ് ബാക്കിയുള്ള ഈ 5 അർക്കാനിലെ ബാക്കിയുള്ള അർക്കാനുൽ ഇസ്ലാമിലെ ബാക്കിയുള്ള 4 കാര്യങ്ങൾ. വഹിയ, അത് ഏതൊക്കെയാണ്? അസ്വല, നിസ്കാരം, വസ്സക്കാത്ത്, സക്കാത്ത് നൽകൽ, വസൗമു റമളാൻ, റമളാനിലെ നോമ്പ്, വഹജ്ജുൽ ബൈത്തിൽ ഹറാം ലിമൻ ഇസ്തതാഅ ഇലൈഹി സബീല, കഴിവുള്ളവൻ അല്ലാഹുവിന്റെ ഭവനത്തിൽ ബൈത്തുൽ ഹറാമിൽ പോയി കഅബയിൽ പോയി അവിടെ പോയി ഹജ്ജ് നിർവഹിക്കുക എന്നുള്ളത്. ഇതാണ് ഇനി നമ്മൾ വിശദീകരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഷഹാദ നമ്മൾ കഴിഞ്ഞു. അതിനുശേഷം രണ്ടാമത്തെ അർക്കാനായിട്ടുള്ള അസ്വല, അതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അസ്വല 5 വഖ്ത് നിസ്കാരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേലെ നിർബന്ധമാക്കിയിട്ടുള്ളത്.
നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രം പഠിക്കുന്ന ഓരോരുത്തർക്കും അറിയാം 10 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ എന്ത് ചെയ്തു? ദഅവത്ത് ചെയ്തു. അതിൽ ആദ്യത്തെ 3 വർഷം രഹസ്യമായിട്ടും പിന്നീട് ചെറുതായിട്ട് പരസ്യമായിട്ടും ദഅവത്ത് നടത്തി. അപ്പോഴെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നിസ്കാരം ഉണ്ടായിരുന്നു, രാത്രി നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ കൃത്യമായ ഒരു സമയാധിഷ്ഠിതമായി നിർബന്ധമായി നിസ്കരിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് പൊതുവായി ഒരു നിസ്കാരം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇസ്രാ മിഅ്റാജ് യാത്രയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 7 ആകാശത്തിന് മുകളിൽ വെച്ച് അല്ലാഹു നിർബന്ധമാക്കിയതാണ് നിസ്കാരം. ആദ്യം എത്ര വക്ത് നിസ്കാരം നിർബന്ധമാക്കി? 50 വക്ത്. ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് നിർബന്ധമാക്കിയത് എത്ര വക്തായിരുന്നു? ഒരു ദിവസത്തിൽ 50 വക്ത്. അങ്ങനെ അതുമായിട്ട് വരുന്ന സന്ദർഭത്തിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ 7 ആകാശത്തിൽ വെച്ച് കണ്ടുമുട്ടി. അപ്പൊ മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, നിന്റെ ഉമ്മത്തിന് എന്ത് സാധിക്കില്ല? 50 വക്ത് നിസ്കാരം അത് നിന്റെ ഉമ്മത്തിന് സാധിക്കില്ല, കുറച്ച് തരാമെന്ന് നിന്റെ റബ്ബിനോട് ചോദിക്കണം. അങ്ങനെ പോയി അത് 45 ആക്കി, 40 ആക്കി, അങ്ങനെ അവസാനം എത്രയാക്കി? 5 വക്താക്കി. അതും മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, നിന്റെ ഉമ്മത്തിന് അതിന് സാധിക്കില്ല, നീ കുറച്ച് തരാൻ പറഞ്ഞു. അവർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി എന്റെ റബ്ബിന്റെ അടുക്കൽ പോയി ചോദിക്കാൻ എനിക്ക് എന്താണ് മടിയാവുന്നുണ്ട്, ലജ്ജയാകുന്നുണ്ട്, ഞാൻ ഇനി ചോദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് 5 വക്ത് നിസ്കാരം അന്നു മുതലാണ് നിർബന്ധമാകുന്നത്. പിന്നീട് 3 വർഷം മക്കയിലും പിന്നീട് ഹിജറ ചെയ്ത് മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. അപ്പൊ ഈ 5 വക്ത് നിസ്കാരം ഇതിന്റെ പ്രത്യേകത പറയുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്ന ഒന്നാമത്തെ ഒരു കാര്യമാണ്, ബാക്കിയുള്ള എല്ലാ അമലുകളും ബാക്കിയുള്ള എല്ലാ ദീനി നിയമങ്ങളും വഹീന്റെ അടിസ്ഥാനത്തിൽ 7 ആകാശത്തിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വഹിയുമായി വന്ന് ഭൂമിയിൽ വെച്ചിട്ടാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. പക്ഷെ നിസ്കാരം മാത്രം എങ്ങനെയാണ്? നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ 7 ആകാശത്തിന് മുകളിലേക്ക് അള്ളാഹുവിന്റെ അടുക്കൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് നേരിട്ട് അള്ളാഹു തആല നൽകിയ ഇബാദത്താണ് എന്ത്? നിസ്കാരം എന്നുള്ളത്. അത് തന്നെ നിസ്കാരത്തിന്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അടിമയുടെ ഈമാൻ, ഒരു മനുഷ്യൻ അവൻ ഷഹാദത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മുസ്ലിം ആയിട്ടുണ്ടെങ്കിൽ അവന്റെ ഈമാനിന്റെ ഒരു തെളിവാണ് നിസ്കാരം എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ എപ്പോഴെല്ലാം നിസ്കാരത്തെ പറ്റി പരാമർശിക്കപ്പെട്ടിരുന്നുവോ, നിസ്കാരത്തെ പറ്റി പറയപ്പെട്ടിരുന്നുവോ, ആ സമയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുള്ള ഒരു വാചകമുണ്ട്. അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹാഫള അലൈഹാ, നിസ്കാരത്തെ പറ്റി പറയുമ്പോൾ നബി പറയും, ആരാണോ ആ നിസ്കാരങ്ങളെ കാത്തു സൂക്ഷിക്കുന്നത്. നിസ്കാരം കാത്തു സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ 5 വക്ത് അതിന്റെ സമയത്ത് ആരാണോ കൃത്യമായി കാത്തു സൂക്ഷിക്കുന്നത്, കാനത് ലഹു നൂറൻ വബുർഹാനൻ വനജാതൻ യൗമൽ ഖിയാമ, അവന് നാളെ അത് ഒരു പ്രകാശമാണ്. ബുർഹാനൻ, വ്യക്തമായിട്ടുള്ള ഒരു തെളിവാണ്, വ്യക്തമായിട്ട് അവന്റെ ഈമാനിനുള്ള ഒരു തെളിവാണ്. വനജാതൻ, അവനുള്ള രക്ഷയാണ് യൗമൽ ഖിയാമ, നാളെ പരലോകത്ത്. വമല്ലം യുഹാഫിദ് അലൈഹ, ആരാണോ അത് കാത്തു സൂക്ഷിക്കാത്തത്, നിസ്കാരത്തിന്റെ വിഷയത്തിൽ അലംഭാവം കാണിക്കുന്നത്, ലം യകുൻ ലഹു നൂറുൻ വലാ ബുർഹാനൻ വലാ നജാതുൻ, അവൻ എന്തുണ്ടാവില്ല? ഒരു പ്രകാശം ഉണ്ടാകാൻ പോകുന്നില്ല, അവന്റെ ഈമാനിന് വ്യക്തമായ ഒരു തെളിവുണ്ടാകാൻ പോകുന്നില്ല, അവന് നാളെ പരലോകത്ത് ഒരു രക്ഷയും ഉണ്ടാകാൻ പോകുന്നില്ല. വകാന യൗമൽ ഖിയാമ, നാളെ യൗമൽ ഖിയാമയിൽ അവൻ ഉണ്ടാകുക മാ ഖാറൂൻ, ഖാറൂനിനോടൊപ്പമായിരിക്കും. വഫിർഔൻ, ഫിർഔനിനോടൊപ്പമായിരിക്കും. വഹാമാന വഉബയ്യ് ഇബ്നു ഖലഫ്, ഹാമാനിന്റെയും ഉബയ്യ് ഇബ്നു ഖലഫിന്റെയും പോലെ ഒപ്പമായിരിക്കും. ഇവരെല്ലാം ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നിഅമത്തുകൾ ചൊരിഞ്ഞിട്ടും, സമ്പത്തായിട്ടും അധികാരമായിട്ടും കച്ചവടമായിട്ടും ഒരുപാട് നിഅമത്തുകൾ ചൊരിഞ്ഞിട്ട് ഈ കുഫറിൽ എത്തിപ്പെട്ട ആളുകളാണ്, അള്ളാഹുവിനെ നിഷേധിച്ച ആളുകളാണ്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഇത് ഖാറൂൻ സമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ആളാണ്, ഫിർഔൻ പദവി കൊണ്ട്, വഹാമാൻ ഉബയ്യ് ഇബ്നു ഖലഫ് സന്താനങ്ങളും കച്ചവടവും എല്ലാം നൽകപ്പെട്ടതാണ്. ഇവരെ നിസ്കാരത്തിന് തെറ്റിച്ചത്, അള്ളാഹുവിനെ അനുസരിക്കുന്നത് തെറ്റിച്ചത് ഈ പറഞ്ഞ കാര്യങ്ങളാണ്.
അപ്പൊ നിസ്കാരത്തിൽ നിന്ന് ഒരാളെ അവന്റെ കച്ചവടമോ അവന്റെ സമ്പത്തോ അവന്റെ സന്താനങ്ങളോ ഒക്കെ തടയുന്നുണ്ടെങ്കിൽ അവർ ഈ കൂട്ടരുടെ ഒപ്പമായിരിക്കും എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം എന്ന് വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, 5 വക്ത് നിസ്കാരം എന്നുള്ളത്, അത് കൃത്യമായി നിസ്കരിക്കുക എന്നുള്ളത് ഈമാനിന്റെ അടയാളത്തിൽപ്പെട്ടതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തൗബയിലെ 18ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ് മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅഖാമുസ്സലാ. തീർച്ചയായിട്ടും മസ്ജിദിന്റെ, അല്ലാഹുവിന്റെ മസ്ജിദുകളുടെ കർത്തൃത്വം ചെയ്യേണ്ടത് ആരാണ്? മൻ ആമന ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണ്. വൽ യൗമിൽ ആഖിർ, പരലോകത്തിൽ വിശ്വസിക്കുന്നവരാണ്. വഅഖാമുസ്സലാ, നിസ്കാരം നിർവഹിക്കുന്നവരാണ്. മുഅ്മിനീങ്ങളായിരിക്കണം എന്ന് പറഞ്ഞിട്ട് അവരുടെ വിശേഷണം പറയുന്നിടത്ത് എന്ത് പറഞ്ഞു? നിസ്കാരത്തെ പറ്റി പറഞ്ഞു. അതുപോലെ തന്നെ ഒരു കാഫിറും ഒരു മുസ്ലിമും തമ്മിലുള്ള വ്യത്യാസം എവിടെ കിടക്കുന്നത്? എന്തെല്ലാം കാര്യങ്ങളുണ്ട് പറയാൻ, എന്തെല്ലാം കാര്യങ്ങളുണ്ട് ദീനിന്റെ വിഷയത്തിൽ പറയാൻ. എന്നാൽ കുഫ്റിൽ മുഴുകി കിടക്കുന്ന ഒരു കാഫിറും ഒരു യഥാർത്ഥ മുസ്ലിമും തമ്മിലുള്ള വ്യത്യാസം പറയുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കർമ്മങ്ങളിൽ എണ്ണി പറഞ്ഞത് അൽ അഹ്ദുല്ലദീ ബൈനനാ വ ബൈനഹും അസ്സലാ, നമ്മുടെയും അവരുടെയും ഇടയിലുള്ള അഹദ്, ഒരു വ്യത്യാസം അല്ലെങ്കിൽ ആ ഒരു കടമ്പ എന്നുള്ളത് നിസ്കാരമാണ്. ഫമൻ തറകഹാ ഫഖദ് കഫറ, ആരാണോ നിസ്കാരം ഒഴിവാക്കിയത് അവൻ കാഫിറാണ്. ഈ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു, ഒരുത്തൻ നിസ്കാരം വേണിച്ചിട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൽ ചർച്ചയില്ല. അവൻ എന്തായാലും അവന്റെ മയ്യത്ത് കുളിപ്പിക്കുകയോ മുസ്ലിമീങ്ങളെ മറമാടുന്നിടത്ത് മറമാടുകയോ അവന്റെ മേലെ മയ്യത്ത് നിസ്കരിക്കുകയോ ചെയ്യാൻ പാടില്ല. അവനെ ഇസ്ലാമിക ഭരണാധികാരി താക്കീത് ചെയ്യുകയും അവനത് അനുസരിച്ചിട്ടില്ല എങ്കിൽ അവനെ ശിക്ഷിക്കുകയും അവൻ വധശിക്ഷ വരെ നടപ്പിലാക്കേണ്ട കുറ്റാണത്. ഇനി അലസതയോടുകൂടി ഒഴിവാക്കുകയാണെങ്കിൽ ഉലമാക്കൾക്കിടയിൽ ചില ചർച്ചകൾ ഉണ്ടെങ്കിലും ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറഞ്ഞു അതും എന്തിൽ പെട്ടതാണ്, അത് കാഫിറായി പോകുന്ന കാര്യമാണ്. ഒരാൾ മടി കാരണം നിസ്കാരം ഒഴിവാക്കുക, നിഷേധിക്കണമെന്നില്ല, പക്ഷെ മടി കാരണം നിസ്കരിക്കണില്ല, അങ്ങനെ വന്നാലും ഇസ്ലാമിക ഭരണകൂടമാണെങ്കിൽ അവന്റെ മേൽ നടപ്പിലാകുന്നത് ഒരു കാഫിറിന്റെ മേലുള്ള നിയമമായിരിക്കും. അപ്പൊ ഗൗരവമുള്ള വിഷയമാണ്, വളരെയധികം ഗൗരവമുള്ള വിഷയമാണ് നിസ്കാരം പാഴാക്കി കളയുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, 5 വക്ത് നിസ്കാരത്തിൽ ഒരു വിട്ടുവീഴ്ചയും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ജോലി എന്താവട്ടെ, നമ്മുടെ തിരക്കുകൾ എന്താവട്ടെ, നമ്മുടെ വിഷയങ്ങൾ എന്തുമാകട്ടെ, 5 വക്ത് നിസ്കാരം എത്ര സമയമാണ്? അപ്പൊ 5 വക്ത് കൃത്യമായി നിസ്കരിക്കാൻ എത്ര സമയം വേണം? ആ സമയത്ത് ആ നിസ്കാരം കൃത്യമായി നിർവഹിക്കുക എന്നുള്ളത് നമ്മുടെ മേലെ നിർബന്ധമായിട്ടുള്ളതും നമുക്ക് നാളെ പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ ആവശ്യമായിട്ടുള്ള കാര്യവുമാണ്. നാളെ കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കപ്പെടുന്നത് നിസ്കാരത്തെ കുറിച്ചാണ്. അത് ക്ലിയർ ആയോ ബാക്കിയുള്ളതെല്ലാം എളുപ്പമായിരിക്കും. അതിലെന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ അവന്റെ ബാക്കിയുള്ള വിചാരണകളെല്ലാം ഗൗരവത്തിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. എത്രയോ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഈ കാര്യം നമുക്ക് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിലെ 238ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഹാഫിളൂ അലസ്സലവാതി വസ്സലാത്തിൽ വുസ്താ വഖൂമൂ ലില്ലാഹി ഖാനിതീൻ. നിങ്ങൾ നിസ്കാരം കാത്തു സൂക്ഷിക്കണം. അത് പ്രത്യേകിച്ച് സ്വലാത്തുൽ വുസ്താ, സ്വലാത്തുൽ വുസ്താ എന്നുകൊണ്ട് ഉദ്ദേശം മുഫസ്സിരീങ്ങൾ പറഞ്ഞു അസ്ർ നിസ്കാരമാണ്. നിസ്കാരങ്ങളിൽ വെച്ച് 5 വക്ത് നിസ്കാരത്തിൽ വെച്ച് ഏറ്റവും ഫضലുള്ള നിസ്കാരം എന്നാണ്? അസ്ർ നിസ്കാരമാണ്. ഫضല് കൂടിയ നിസ്കാരം 5 വക്തിൽ അസ്ർ നിസ്കാരത്തിനാണ്. ആ നിസ്കാരത്തെയാണ് സ്വലാത്തുൽ വുസ്താ എന്ന് പറയുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ആർക്കെങ്കിലും അസ്ർ നിസ്കാരം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവൻ നിസ്കരിച്ചിട്ടില്ല എങ്കിൽ അവന്റെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോ പ്രത്യേകിച്ച് അസ്ർ നിസ്കാരം, എല്ലാ നിസ്കാരവും ഉണ്ട്, അസ്റിന്റെ പ്രത്യേകം ഒന്ന് എടുത്തു പറഞ്ഞു എന്ന് മാത്രം. അതിയായ ഭയത്തോടു കൂടി ഒതുങ്ങിക്കൊണ്ട് അല്ലാഹുവിന് മുന്നിൽ നിൽക്കുക. അതുപോലെ സൂറത്തുൽ ബഖറയിലെ 110ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വഖീമുസ്സലാ വആതുസ് സക്കാ, നിങ്ങൾ നിസ്കാരം നിർവഹിക്കുക, സകാത്ത് നൽകുക. ധാരാളം സന്ദർഭങ്ങളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സൂറത്തുൽ നിസായിലെ 103ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നസ്സലാത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ, തീർച്ചയായിട്ടും നിസ്കാരം മുഅ്മിനീങ്ങളുടെ മേലെ സമയബന്ധിതമായി നിർണയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. പല ആളുകൾക്കും അത് അശ്രദ്ധയുള്ളതാണ്.
ഇപ്പോ ഫജറിന്റെ സമയം, സുബി അത് ബുഹർ വരെ സമയമുണ്ട്, ബുഹറിന്റെ സമയം അത് അസർ വരെ സമയമുണ്ട്, അസറിന്റെ സമയം അത് മഗ്‌രിബ് വരെ ഉണ്ട്, മഗ്‌രിബ് ഇശാ വരെ സമയമുണ്ട്, ഇശാവിന് പിറ്റേ ദിവസം സുബി വരെ സമയമുണ്ട്, അപ്പൊ സ്കരിച്ചാൽ മതി എന്നുള്ളത്. അങ്ങനെയല്ല. ആ സമയത്തിന് ഒരു സമയം നിർണയിക്കപ്പെട്ടിട്ട് അപ്പോൾ നിസ്കരിക്കണം. അതാണ് അതിന്റെ സമയം. അത് കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഫജറിന് ഫജർ സ്വാദിഖ് മുതലുള്ള ആ സമയം, അതുപോലെ തന്നെ ബുഹറിന് നേരെ മുകളിൽ നിന്ന് തെറ്റിയത് സവാലു സൂര്യൻ നേരെ മുകളിൽ നിന്ന് തെറ്റിയത് മുതൽ അസർ ഒരാളുടെ നിഴലും വേറൊന്നും ഒരുപോലെ, നിഴൽ ഒരുപോലെ ഒരേ അളവിലാകുമ്പോ ഒരാളുടെ ഒരു സാധനത്തിന്റെ വലുപ്പവും നിഴലിന്റെ വലുപ്പവും, സൂര്യൻ അസ്തമിച്ചു മുതൽ ചുവപ്പ് മായുന്നത് വരെ മഗ്‌രിബിന്റെ സമയം, അതിനുശേഷം ഇശാഇന്റെ സമയം രാത്രിയുടെ പകുതി വരെ, ഏറ്റവും അർജഹായിട്ടുള്ള പൗർവകാലം. ഈ സമയം എന്നുള്ളത് ആ സമയത്ത് നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ആ സമയം നമ്മൾ കാത്തു സൂക്ഷിക്കണം. അതുപോലെ തന്നെ സൂറത്തു ത്വാഹയിലെ 132-ാമത്തെ ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയാണ്, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ. നീ നിസ്കരിക്കുകയും നീ നിസ്കാരത്തിൽ ക്ഷമയോടുകൂടി നിൽക്കുകയും നിന്റെ കുടുംബത്തോട് കൽപ്പിക്കുകയും വേണം. നിന്റെ കുടുംബത്തോട് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കണം. ഇതിന് ശേഷം അള്ളാഹു പറയുന്ന കാര്യം എന്താ പറയുക, ഞാൻ നിന്നോട് റിസ്ക് ചോദിക്കുന്നില്ല എന്ന്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നതിന് പറയുന്നുണ്ട്, നിസ്കാരത്തെ പറ്റി പറഞ്ഞതിന് ശേഷം അള്ളാഹു റിസ്കിനെ പറ്റി പരാമർശിക്കാനുള്ള കാരണം, ഒരാൾ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നുണ്ടെങ്കിൽ അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല റിസ്ക് നൽകുന്നതാണ്, റിസ്ക് ലഭിക്കാൻ ഒരു കാരണമായിട്ടാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത് കുടുംബത്തിനോട് കൽപ്പിക്കാൻ കൂടിയാണ്. നമ്മുടെ കീഴിലുള്ള നമ്മുടെ ഭാര്യമാർ, നമ്മുടെ സന്താനങ്ങൾ, അതുപോലെ നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകൾ, അതുപോലെയുള്ള ആളുകളോടൊക്കെ നിസ്കരിക്കാൻ നമ്മൾ കൽപ്പിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിന്റെ വിഷയത്തിൽ നമ്മുടെ ഭാര്യയും മക്കളും അവരോട് നിസ്കരിപ്പിക്കേണ്ടതും നിസ്കാരം ശീലിപ്പിക്കേണ്ടതും നിസ്കരിക്കാൻ കൽപ്പിക്കേണ്ടതും മാതാപിതാക്കളുടെ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ മേലുള്ള ബാധ്യതയാണ്. കുല്ലുക്കും റാഇൻ കുല്ലുക്കും മസ്ഊലുൻ. നിങ്ങൾക്ക് നൽകപ്പെട്ട ഉത്തരവാദിത്തത്തെ കുറിച്ച് അല്ലാഹു ചോദിക്കുകയും ചെയ്യും. അവ ചില ആളുകളുണ്ട്, അവന് ചില കുട്ടികളാണെങ്കിൽ അതെ അവനറിയാലോ അവൻ നിസ്കരിക്കുന്നില്ല, അങ്ങനെ ഒരു അലസത കാണിക്കുന്ന കാണാം. അങ്ങനെ പറ്റില്ല. നിസ്കാരം നമ്മൾ നിർവഹിക്കുകയും അവരോട് കൽപ്പിക്കുകയും വേണം. അതുപോലെ സൂറത്തു മറിയമിലെ 59-ാമത്തെ ആയത്തിൽ ഇത് വളരെയധികം ചിന്തിക്കേണ്ട ഒരു ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻഗാമികൾ നശിക്കുന്ന ഒരു കാര്യം പറഞ്ഞപ്പോൾ മുൻഗാമികൾ നശിക്കാനുണ്ടായ കാരണങ്ങൾ വിശദീകരിക്കുന്നത് പറയാണ്, വഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ. ചില ആളുകൾ ഉണ്ടായിരുന്നു, അവർ മാറി വന്നത്, അവാഉസ് സ്വലാത വത്തബഉ ശഹ്വാത്. നിസ്കാരം അവർ പാഴാക്കി, അവർ ശഹ്വത്തുകളെ പിന്തുടർന്നു. നിസ്കാരം പാഴാക്കി ഷഹ്വത്തുകളെ പിൻപറ്റി. അവർ നരകത്തിയിലേക്ക് എറിയപ്പെടുന്ന, ഗയ്യ എന്ന് പറഞ്ഞ നരകമാണ്, അതിലേക്ക് എറിയപ്പെടുന്ന. ഇവിടെ നോക്കി, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു നിസ്കാരം ഒഴിവാക്കി ഷഹ്വത്തുകളെ പിൻപറ്റി. നിസ്കാരം ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരാൾക്ക് അവന്റെ ഷഹ്വത്തുകളോടുള്ള താല്പര്യം അതിയായി വർദ്ധിക്കും. അല്ലെങ്കിൽ ഒരാൾ അവന്റെ ഷഹ്വത്തുകളെ പിൻപറ്റി പോവുകയാണെങ്കിൽ അവന് നിസ്കാരങ്ങൾ പാഴാകും. നമ്മൾ ആലോചിച്ചാൽ മതി. ഒരുത്തന് ഭക്ഷണം അധികരിച്ചുള്ള ശൗവത്തുണ്ട്, അല്ലെങ്കിൽ ഉറക്കം അധികരിച്ചുള്ള ശൗവത്തുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വ്യക്തമായി ഹറാമായിട്ടുള്ള ശൗവത്തുകളുണ്ട്. ഇതിന്റെ പിന്നാലെ ഒരുത്തൻ പോയി കഴിഞ്ഞാൽ പിന്നെ അവന് നിസ്കരിക്കാൻ അവന് സാധിക്കില്ല. അവൻ അതിനോട് വളരെ അലസത തോന്നും. ഇനി ഒരാൾ നിസ്കാരം ഒഴിവാക്കി കഴിഞ്ഞാൽ അവന് കൂടുതൽ തിന്മകളോടുള്ള ആഗ്രഹവും താല്പര്യവും വർദ്ധിക്കുകയും ചെയ്യും. അപ്പൊ നിസ്കാരം എന്നുള്ളത് തിന്മകളിൽ നിന്ന് നമ്മെ കാത്തു രക്ഷിക്കുന്ന ഒരു കാര്യമാണ്. തിന്മകളിൽ നമ്മളെ കാത്തു രക്ഷിക്കുന്ന ഒരു കാര്യമാണ് നിസ്കാരം എന്നുള്ളത്. അതുപോലെ തന്നെ സൂറത്തുൽ മുദ്ദസ്സിറിൽ 42-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, മാ സലതകും ഫീ സഖർ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ. നാളെ നരകാവകാശികൾ തലയോട്ടിയുടെ തൊലിയുരിച്ചു കളയുന്ന, മുഖത്തെ പല്ലിടിച്ചവരായിട്ട് ആളുകളെ മാറ്റുന്ന, അതായത് വല്ല ആടിന്റെ ഒക്കെ തല കൊണ്ടുപോയി നമ്മൾ ചുടുന്ന സമയത്ത് നേരെ തീയിലേക്കാണ് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഉണ്ടാവും എന്താ, മുഖത്തെ തൊലിയൊക്കെ പാടെ കരിഞ്ഞിട്ട് അതിന്റെ ഈ പല്ലങ്ങട് പൊങ്ങി വരും. അവർക്ക് ബാക്കിയുള്ളവർക്ക് കരിഞ്ഞു വെച്ച് പല്ല് പൊങ്ങി വരും. അപ്പൊ ആ അവസ്ഥയിലാണ് നരകത്തേക്ക് മുഖം കുത്തി വീഴുന്ന ആളുകൾ ഉണ്ടാവുക. എല്ലാം കരിഞ്ഞു പോയിട്ട് പല്ലിടിച്ചവരായിട്ടുള്ള അവസ്ഥ ഉണ്ടാവും. അങ്ങനത്തെ നരകമാണ് സഖർ എന്ന് പറയുന്നത്. അപ്പൊ ആ നരകത്തിൽ കിടക്കുന്ന ആളുകള് ചോദിക്കും, മാ സലകക്കും ഫീ സഖർ. എങ്ങനെയാണ് ഈ സഖറിൽ എത്തിയത്? ഈ കത്തിച്ചരിക്കുന്ന ഇവിടെ എത്താനുള്ള കാരണം എന്താണ്? അപ്പോൾ അവർ പറയുന്ന മറുപടിയിൽ ഒന്നാമത്തെ മറുപടി എന്താ അറിയോ? ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ.
ഞങ്ങൾ നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലായില്ല. പണ്ഡിതന്മാർ രണ്ട് രീതിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്നവർ നിസ്കരിക്കാത്തവരായിരുന്നു, രണ്ടവർ നിസ്കരിക്കുന്നവരോടൊപ്പം ജമാഅത്തായി ഒരുമിച്ച് നിസ്കരിക്കാത്തവരായിരുന്നു. ഈ രണ്ടർത്ഥത്തിൽ വിശദീകരിച്ചാണ്. അപ്പൊ നിസ്കരിക്കാത്തത് കൊണ്ടാണ് അവർ നരകത്തിലേക്ക് എറിയപ്പെട്ടത്. അവർ പറയുന്ന ഒന്നാമത്തെ കാരണം. കാരണം സഹോദരൻ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് ഈ ശരീരവും നമുക്ക് ഈ സമയവും നമ്മുടെ ഈ ആയുസ്സും നമ്മുടെ സമ്പത്തും ഒക്കെ അള്ളാഹ് തന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി നിസ്കരിക്കാൻ പറഞ്ഞിട്ട് അത് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ ഇതിലും മനോഹരമായിട്ടൊരു രൂപമല്ല. നിസ്കാരം ആസ്വദിക്കുന്ന ഒരാൾക്ക് എങ്ങനെ നിസ്കരിക്കാതിരിക്കാൻ സാധിക്കുക? അവന്റെ ഭാരം ഇറക്കി വെക്കാൻ കിട്ടുന്ന, അള്ളാഹുവിനോട് സംസാരിക്കാൻ കിട്ടുന്ന, അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കാൻ കിട്ടുന്ന അവസരം എങ്ങനെയാണോ പാഴാക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു പറയാറില്ലേ, ബിലാലെ ഇഖാമത്ത് കൊടുക്കുക, ഞങ്ങൾ നിസ്കരിച്ചിട്ടുള്ള റാഹത്തിലാവട്ടെ, ഒന്ന് സമാധാനം കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്. നിസ്കാരത്തിൽ ഒരാൾ അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ നിസ്കരിക്കുന്ന സമയത്ത് അവന്റെ മുതുകിലും പിരടികളിലും അവൻ ചെയ്ത പാപങ്ങൾ നിൽക്കും. റുക്കൂഅ് ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യുമ്പോഴും ആ പാപങ്ങൾ കൊഴിഞ്ഞു വീണുകൊണ്ടിരിക്കും. പാപങ്ങൾ പൊറുക്കാനുള്ള കാര്യമാണ്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ സഹാബി, എന്റെ ഓർമ്മ ശരിയാണ്, സൽമാൻ ഫാരിസി, ഒരു സഹാബി ഒരു ദിവസം ബാക്കിയുള്ള ശിഷ്യന്മാർ നിൽക്കുന്നുണ്ട്. അപ്പൊ ഒരു മരം പിടിച്ചിട്ട് ഇങ്ങനെ കുലുക്കി. അപ്പൊ അതിൽ നിന്ന് ഇങ്ങനെ ഇലകൾ പൊഴിഞ്ഞു വീണു, ഉണങ്ങിയ ഇലകൾ പൊഴിഞ്ഞു വീണു. അപ്പൊ ഈ സാബ് തിരിച്ചു വെച്ചു, നിങ്ങൾ ചോദിക്കണില്ലേ ഞാൻ ഇപ്പൊ എന്തിനാണ് ചെയ്തത്? അപ്പൊ ചോദിച്ചു എന്തിനാ ചെയ്തത്? അപ്പൊ ഈ സാബി പറഞ്ഞു, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ ഒപ്പം ഉണ്ടായിരുന്ന കാലത്ത് ഒരു ദിവസം റസൂലുള്ളാഹ് ഇങ്ങനെ ഒരു മരം പിടിച്ചിട്ടൊന്ന് കുലുക്കി. അപ്പോ പൊഴിയാനുള്ള ഇലകളൊക്കെ പൊഴിഞ്ഞു പോയി. അപ്പൊ റസൂൽ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ചോദിക്കുന്നില്ല ഞാൻ എന്തിനാ അത് ചെയ്തത്? അപ്പൊ ചോദിച്ചപ്പോ റസൂലുള്ളാഹ് പറഞ്ഞു, ഇതുപോലെ നിസ്കരിക്കുമ്പോൾ അടിമയുടെ പാപങ്ങൾ പൊഴിഞ്ഞു വീഴുന്നതാണ്. അതുപോലെ തന്നെ 5 നേരം ഒരു അരുവിയിൽ കുളിക്കുന്ന, അത് വേറെ പല രീതിയിൽ പല റിവായത്തിൽ വന്നിട്ടുണ്ട്. ഒരാൾ അഴുക്ക് നിറഞ്ഞൊരു സ്ഥലത്ത് ജോലി ചെയ്യാണ്, അയാൾ വീട്ടിലേക്ക് നടന്നു വരികയാണ്. നടന്നു വരുന്ന സന്ദർഭത്തിൽ 5 അരുവി കടന്നിട്ട് വേണം അയാൾ എങ്ങനെ വരാൻ, ഈ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പൊ 5 തവണ വെള്ളത്തിൽ മുങ്ങി കുളിച്ചിട്ട് അയാൾ വരുമ്പോ തിരിച്ച് വീട്ടിലെത്തുമ്പോ എന്തെങ്കിലും ചളി ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. ചില റിവായത്തിൽ അങ്ങനെ വന്നിട്ടുണ്ട്, ചില വീടിന്റെ മുമ്പിലുള്ള അരുവിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ സാധ്യതകളൊന്നുമില്ല. അതുപോലെയാണ് നിസ്കരിക്കുന്നവൻ നിസ്കാരത്തിന് ശേഷം അവന്റെ പാപങ്ങളുടെ അവസ്ഥ ഉണ്ടാവുക എന്ന് പറഞ്ഞത്. അപ്പൊ സഹോദരങ്ങളെ, നമ്മൾ നിസ്കാരത്തെ മുറുകെ പിടിക്കുക. 5 വക്ത് നിസ്കാരം നിർബന്ധമായിട്ടും ഇനി അതിനു പുറമെ ബാക്കിയുള്ള സുന്നത്തായ നിസ്കാരങ്ങളും ജീവിതത്തിൽ കൊണ്ടു നടക്കുക എന്നുള്ളത് അള്ളാഹുമായിട്ട് അടുത്ത ബന്ധം ലഭിക്കുന്നതിനും അള്ളാഹുവിനെ കാണാനും കാരണമാകുന്ന കാര്യമാണ്. അള്ളാഹുവിനെ കാണുന്നതുമായി ബന്ധപ്പെട്ട ഹദീസുകളിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ച കാര്യമാണ് അള്ളാഹുവിനെ കാണാൻ ആഗ്രഹിക്കുന്നവർ നിസ്കാരം ഒഴിവാക്കാതെ മുറുകെ പിടിക്കട്ടെ എന്നുള്ളത്. അതുകൊണ്ട് നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കണം. നിസ്കാരത്തിന്റെ അർക്കാനുകൾ എന്താണ്, ഷർത്തുകൾ എന്താണ്, വാജിബാത്തുകൾ എന്താണ്, ബാത്തിലാകുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ അർക്കാനുൽ ഇസ്ലാം ഈമാനിന് ശേഷം നിസ്കാരത്തിന്റെ ഷർത്തും ഫർളും എല്ലാം ഈ കിതാബിൽ വിശദീകരിക്കുന്നുണ്ട്. ഇനി നിസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ പോലെ പാപങ്ങൾ പുറത്തു കിട്ടും എന്നുള്ള ഒരു ഹദീസാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കേട്ടു എന്ന് ഉദ്ധരിക്കുന്ന സഹീഹ് മുസ്ലിമിലെ ഹദീസ്. മാ മിൻ ഇംറിഇൻ മുസ്ലിമിൻ, ഒരു മുസ്ലിമുമില്ല, തഹ്ദുറുഹു സ്വലാത്തുൽ മക്തൂബ, നിർബന്ധമായ 5 വക്ത് നിസ്കാരത്തിൽ അവൻ ഹാജരാകുന്നുണ്ട്. വയഹ്സിനുൽ വുദൂഅഹ, ഏറ്റവും നല്ല രീതിയിൽ അവൻ വുദൂ എടുക്കുന്നുണ്ട്. വഖുശൂഅഹ, ഖുശൂഅോട് കൂടിയിട്ടാണ് നിസ്കരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിസ്കാരം എന്ന് പറഞ്ഞാൽ അതിൽ ഖുശൂഅ ഉണ്ടായിരിക്കണം. ഖുശൂഅ ഇല്ലാതാക്കുന്ന എത്ര നിസ്സാരമായ കാര്യമാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. പള്ളി മസ്ജിദിലേക്ക് ജമാഅത്തിന് നിസ്കാരത്തിന് വരുമ്പോൾ ഒരാൾ എന്ത് ചെയ്യാൻ പാടില്ല? ഉള്ളി നിന്നിട്ട് വരാൻ പാടില്ല, അല്ലെങ്കിൽ വൃത്തിയായിട്ട് മണം ഉണ്ടാവുന്ന അവസ്ഥയിൽ വരാൻ പാടില്ല. എന്താ കാരണം? എന്താ? ബാക്കി നിസ്കരിക്കുന്നവന് എന്തുണ്ടാവരുത്? ഒരു പ്രശ്നം ഉണ്ടാവരുത്. അതുപോലെ തന്നെ പിന്നിൽ നിന്ന് ഓടിക്ക് അതിച്ച് വന്ന് നിസ്കരിക്കാൻ പാടില്ല, സാവധാനത്തിൽ വന്നിട്ട് നിസ്കരിക്കുന്നത്. ഭക്ഷണം കഴിക്കാനോ മറ്റു വല്ല ആഗ്രഹങ്ങളോ വെക്കുന്ന സന്ദർഭത്തിൽ വരാൻ പാടില്ല, ആഗ്രഹം തീർത്തിട്ട് വരണം. മലമൂത്ര വിസർജനത്തിലുള്ള സന്ദർഭത്തിൽ അവൻ വരാൻ പാടില്ല, അത് ആവശ്യം തീർത്തിട്ടാണ് വരേണ്ടത്. ഈ ജമാഅത്ത് നഷ്ടപ്പെട്ടാൽ പോലും അവന്റെ ആവശ്യം കഴിച്ചിട്ടേ വരാൻ പാടുള്ളൂ. കാരണം നിസ്കരിക്കുമ്പോൾ ഖുശൂ ഉണ്ടായിരിക്കണം, നിസ്കരിക്കുമ്പോൾ ശ്രദ്ധ ഉണ്ടായിരിക്കണം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നിസ്കരിക്കുകയാണ്. അതിന്റെ റുക്കൂഉം സുജൂദും എല്ലാം നല്ല രീതിയിൽ ചെയ്യുകയാണ്. അങ്ങനെ ചെയ്താൽ, അങ്ങനെ ഒരാൾ ചെയ്യുന്നില്ല, അവൻ മുൻപ് ചെയ്തു പോയ ചെറിയ തിന്മകൾക്കെല്ലാം പകരമായിക്കൊണ്ട്, പ്രായശ്ചിത്തമായിക്കൊണ്ട്,
വൻപാപങ്ങൾ അവൻ ചെയ്തിട്ടില്ല എങ്കിൽ എല്ലാ കാലത്തും അവൻ അതുപോലെ ഉണ്ടാവും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. 5 വക്ത് നിസ്കരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ചിന്തയാണ്, അല്ലാഹ് ഈ ഒരു സമയത്ത് എനിക്ക് വന്നുപോയ തിന്മകള് നീ പൊറുത്തല്ല. അപ്പൊ ഫജ്ർ നിസ്കരിച്ച ഒരാൾ പോയി, അവൻ അങ്ങാടിയിൽ പോയി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിൽ പോയി, കുറെ തിന്മകൾ കണ്ടു കേട്ടു, അല്ലെങ്കിൽ അവന്റെ ഉണ്ടായി ചെറിയ തിന്മകൾ. ദുഹർ വന്ന് നിസ്കരിക്കുകയാണ്, അവൻ അള്ളാഹുവിനോട് ഇതിന്റെ തിന്മകൾ പുറത്തു തരണം. ദുഹർ കഴിഞ്ഞ് പോയി അസറിന്റെ ഇടയിൽ അവൻ സംഭവിക്കുകയാണ്, അല്ലെങ്കിൽ അസർ കഴിഞ്ഞ് മഗ്രിബ്, ഇശ, പിന്നെ വീണ്ടും ഫജ്ർ. ഇങ്ങനെ ചെയ്യുമ്പോൾ സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുകയാണ്, നമ്മുടെ തിന്മകളിൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെടണം. ഈ നിയ്യത്ത് നമുക്ക് ഉണ്ടാവണം. അപ്പൊ നിസ്കാരം എന്നുള്ളത് ഇസ്ലാമിന്റെ അർക്കാനുകളിൽ 2 ഷഹാദത്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ടതാണ്, കർമ്മങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്, വളരെ ഗൗരവത്തിൽ നാം മനസ്സിലാക്കേണ്ട കാര്യവുമാണ്. 3ാമത്തെ റുക്ൻ ഇസ്ലാം കാര്യങ്ങളിൽ അർക്കാനുൽ ഇസ്ലാമിൽ 3ാമത്തേത് സക്കാത്ത് നൽകുക എന്നുള്ളത്. സക്കാത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആനിൽ നിസ്കാരത്തിനോടൊപ്പം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഖുർആനിൽ പല കാര്യങ്ങളും ഒപ്പം പറയുന്നിടത്ത് ഏറ്റവും അധികം ഒപ്പം പറഞ്ഞിട്ടുള്ള കാര്യമാണ് നിസ്കാരവും സക്കാത്തും. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോ ചില ആളുകൾ, ചില ഗോത്രങ്ങൾ പറഞ്ഞു, ഞങ്ങൾ സക്കാത്ത് ആരെ ഏൽപ്പിക്കാറുണ്ടായിരുന്നു? നബീനെ ഏൽപ്പിക്കാറുണ്ടായിരുന്നു. അപ്പൊ നബി വഫാത്തായി, ഇനി ഞങ്ങൾ സക്കാത്ത് നൽകില്ല എന്ന് അവര് ചിലർ പറയുകയുണ്ടായി. അങ്ങനെ പറഞ്ഞപ്പോ എന്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്? ഞാൻ അവരുമായിട്ട് യുദ്ധം ചെയ്യും. ഒരു ഒട്ടകത്തിന്റെ പിടിക്കയറാണെങ്കിലും സക്കാത്തിന്റെ വകയിലാണെങ്കിൽ അത് ലഭിക്കുന്നത് വരെ ഞാൻ യുദ്ധം ചെയ്യും. നിസ്കാരവും സക്കാത്തും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? ആരാണ് അതിൽ വ്യത്യാസപ്പെടുത്തിയത് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യക്തി അവന്റെ സമ്പത്തിന് ഇസ്ലാം നിശ്ചയിച്ച, അത് സ്വർണമാണെങ്കിൽ, പണമാണെങ്കിൽ, കൃഷിയാണെങ്കിൽ, കന്നുകാലികളാണെങ്കിൽ, കച്ചവടമാണെങ്കിൽ, ഓരോന്നിനും നിശ്ചയിക്കപ്പെട്ട കണക്കുണ്ട്. ആ കണക്കെത്തിക്കഴിഞ്ഞാൽ, അതൊരു ഹൗല് തികഞ്ഞു കഴിഞ്ഞാൽ, ഹൗൽ എന്ന് പറഞ്ഞാൽ അറബി മാസത്തിൽ ഒരു വർഷം തികഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ സ്വർണമാണെങ്കിൽ അതിന്റെ 2.5%, അല്ലെങ്കിൽ ഇത്ര അളവിലെത്തിക്കഴിഞ്ഞാൽ അതിന്റെ 2.5%. അതുപോലെ തന്നെ അതിനാണ് പണത്തിന്റെയും വരിക. കന്നുകാലികളിൽ ഇത്ര, ഒട്ടകത്തിന് ഇത്ര, ആടിന് ഇത്ര, കൃഷിയിൽ ഇത്ര കണക്ക്. ഏതൊക്കെ കൃഷിയിനങ്ങളാണ്? എല്ലാ കൃഷിയിനങ്ങളിലും വേണ്ട, പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ ആ സക്കാത്ത് നൽകുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതൊരു വ്യക്തിയെ ശുദ്ധീകരിക്കുന്നതാണ്, അവന്റെ സമ്പത്തിനെ ശുദ്ധീകരിക്കുന്നതാണ്, അവന്റെ ഖൽബിനെ ഏറ്റവും നല്ല രീതിയിൽ നന്മ വരുത്തുന്നതും അവന്റെ സമ്പത്തിൽ ബറക്കത്ത് ഉണ്ടാക്കുന്ന കാര്യവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നോക്കൂ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന, ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ നഖസത് സ്വദഖത്തും മിൻ മാലിൻ, സമ്പത്തിൽ നിന്ന് ഒന്നും തന്നെ സ്വതക്ക കുറക്കുകയില്ല. നമ്മൾ ദാനധർമ്മം ചെയ്തു കഴിഞ്ഞാൽ സമ്പത്തിൽ നിന്ന് ഒന്നും തന്നെ കുറയ്ക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്. നമ്മുടെ ബാഹ്യമായി കാണുന്ന അളവിൽ കുറവുണ്ടെങ്കിൽ കൂടി സഹോദരങ്ങളെ ബാക്കിയുള്ളതിൽ അള്ളാഹു നൽകും, ബറക്കത്ത് നൽകും. ബറക്കത്ത് വലിയൊരു വിഷയമാണ്. ബറക്കത്ത് പല ആളുകൾക്കും മനസ്സിലാകാതെ പോയിട്ടുള്ള ഒരു കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുന്ന, അള്ളാഹുവിന്റെ തീരുമാനങ്ങൾക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ വിശ്വാസമുള്ള ആളുകളാണ് അതിലൊരുങ്ങുകയുള്ളൂ. അപ്പൊ സക്കാത്ത് എന്നുള്ള സഹോദരങ്ങളെ കണക്ക് പ്രകാരമുള്ള സക്കാത്ത് നിർബന്ധമാണ്. അതിനു പുറമേയുള്ള സദഖകൾ അത് ഒരാളുടെ കഴിവിനനുസരിച്ച് അത് നൽകാവുന്നതാണ് എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സദഖ എന്നുള്ളത്, സക്കാത്ത് എന്നുള്ളത്, ഖുർആനിൽ സക്കാത്തിൽ സദഖ എന്നുള്ള പദം തന്നെ ഉപയോഗിക്കാറുണ്ട്. സക്കാത്ത് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ഒരു മേന്മയായിട്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ ഒരു ജമാഅത്തായിട്ട് താമസിക്കുന്ന, ജീവിക്കുന്ന ആളുകളാണ്. അപ്പൊ ആ ജമാഅത്തായിട്ട് ഒരു സംഘമായിട്ട് ഇസ്ലാമിക ഭരണം ഉണ്ടാകും. മുസ്ലിമീങ്ങളുടെ നാട്ടിലാണെങ്കിൽ ഇസ്ലാമിക ഭരണം ഉണ്ടാകും, അതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അങ്ങനെയുള്ള നാട്ടിൽ സമ്പന്നരും ഉണ്ടാവും, ദരിദ്രരും ഉണ്ടാവും. അപ്പൊ സമ്പന്നരായ ആളുകളിൽ നിന്ന് ഇത് സംഭരിച്ച് സാധുക്കളായ ആളുകൾക്ക് നൽകുക എന്നുള്ളത് ആ ഭരണാധികാരിയുടെ ഉത്തരവാദിത്തമാണ്. ആ ഭരണാധികാരിയുടെ മേലെയുള്ള ഉത്തരവാദിത്തമാണ്. അങ്ങനെ നൽകുന്നത് വഴി സമൂഹത്തിലെ ആളുകളുടെ ജീവിതത്തിന്റെ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്താൻ സാധിക്കും. എന്നാൽ ഇതിനെതിരായിട്ടുള്ള ഒരു തത്വത്തിനോ ഒരു പ്രത്യയ ശാസ്ത്രത്തിനോ ഇതുപോലൊരു കാര്യം കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ഇപ്പൊ ലോകത്ത് സാധുക്കൾക്ക് സഹായമായിക്കൊണ്ട് വിപ്ലവമായി കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പോലെയുള്ളവ.
അവർ പല നാട്ടിൽ, റഷ്യയിലാവട്ടെ ക്യൂബയിലാവട്ടെ പല നാട്ടിൽ അവർ സാധുക്കൾക്ക് അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി അവർ ചില നയങ്ങൾ കൊണ്ടുവന്നു. അത് പക്ഷെ അവസാനിച്ചത് പല ചോരക്കളികളിലും രക്തം ചീന്തലുകളുമാണ്. ദരിദ്രനൊത്ത് നേരാവണാകാനും പറ്റിയില്ല, സമ്പന്നർക്കൊത്ത് മര്യാദക്ക് ജീവിക്കാനും സാധിച്ചില്ല. ഇവിടെ ഇസ്ലാമിൽ അള്ളാഹു തആല ചില ആളുകൾക്ക് റിസ്ക് കൂടുതൽ കൊടുക്കും, ചില ആളുകൾ കുറവ് കൊടുക്കും. അത് അള്ളാഹു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇവിടെ എല്ലാവരെയും ഒരുപോലെ ആക്കലല്ല. ഓരോരുത്തർക്കും അർഹമായ രീതിയിൽ അവർക്ക് അധ്വാനിക്കണം, എന്നാൽ അവർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നൽകപ്പെടണം. ഇതിനേക്കാൾ നല്ലൊരു നിയമം, ഇതിനേക്കാൾ നല്ലൊരു സംവിധാനം ഒരാൾക്കും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ഇതിനോട് കിടപിടിക്കുന്നതിന് കൊണ്ടുവന്നൊക്കെ തകർന്നടിയിട്ടുള്ളൂ. ഇസ്ലാമിന്റെ മേന്മ പറയുന്ന നേരത്തെ പണ്ഡിതന്മാർ പറയുന്ന ഒരു കാര്യമാണ് സക്കാത്ത് എന്നുള്ളത്. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് സദഖതൻ തുഖദു മിൻ അഗ്നിയാഇഹിം ഫതുറദ്ദു അലാ ഫുഖറാഇഹിം. എന്താണ് സക്കാത്ത് എന്ന് പറഞ്ഞാൽ? സമ്പന്നരായിട്ടുള്ള ആളുകളിൽ നിന്ന് എടുത്ത് സാധുക്കൾക്ക് നൽകപ്പെടേണ്ടതാണ്. അത് ഒരു സാധുവായ ഒരു ഫഖീറായിട്ടുള്ള മുസ്ലിമിന്റെ അവകാശമാണ്. കാരണം സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ അടിസ്ഥാനമായിട്ടുള്ള ഒരു നിയമമുണ്ട്. അത് ആരാണ്? സമ്പത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അധികാരി ആരാണ്? അള്ളാഹു ആണ്. ഇപ്പൊ ചില ആളുകള് ഇസ്ലാമിന്റെ അനന്തരാവകാശ നിയമത്തെ ചോദ്യം ചെയ്യുന്നത് കാണാം. ഇസ്ലാമിന്റെ അനന്തരാവകാശ നിയമത്തെ ചോദ്യം ചെയ്യുന്നത് കാണാം. പെൺമക്കളാണെങ്കിൽ ഇങ്ങനെയാണല്ലോ, അത് സഹോദരന്മാർക്ക് പോകണ്ടല്ലോ, കുട്ടികൾക്ക് മാത്രം മുഴുവൻ കിട്ടുന്നില്ലല്ലോ, അതിന് പല രീതിയിൽ. ഇവിടെ ഇവരോടൊക്കെ പൊതുവായിട്ട് നമുക്ക് പറയാനുള്ള ഒരു മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇസ്ലാമിൽ സമ്പത്തിന്റെ അധികാരം യഥാർത്ഥത്തിൽ ആർക്കാണ്? അള്ളാഹുവിനാണ്. അപ്പൊ എന്റെ സമ്പത്ത് അതിന്റെ യഥാർത്ഥ അധികാരം ആരാണ്? അള്ളാഹുവാണ്. അള്ളാഹു നൽകിയതാണ്. അപ്പൊ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ സമ്പത്ത് എന്ത് ചെയ്യണമെന്ന് പറയാനുള്ള അധികാരം ആർക്കാ? അതിന്റെ യഥാർത്ഥ ഉടമസ്ഥനാണ്. അപ്പൊ അള്ളാഹു പറഞ്ഞതുപോലെയാണ് ഒരടിമയുടെ സമ്പത്ത് എന്ത് ചെയ്യുക? ഇവിടെ വീതിച്ചു കൊടുക്കുക. അങ്ങനെയാണ് അതിന്റെ നിയമം. അപ്പൊ ആ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ സക്കാത്ത് എന്നുള്ളത് ഒരാൾ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് നൽകേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് സക്കാത്തിന്റെ കണക്കും വിവരങ്ങളും എല്ലാം നമ്മൾ വിശദീകരിച്ച് പറയും. അർക്കാനുകൾ മാത്രം സൂചിപ്പിച്ചു പോവുകയാണ്. അപ്പൊ മൂന്നാമത്തെ റുക്ൻ സക്കാത്താണ്. ഇനി ആ റുക്ൻ റാബിഅ, നാലാമത്തെ റുക്ൻ എന്താണ്? അസ്സിയാം, നോമ്പ് നോൽക്കലാണ്. അത് റമളാൻ മാസത്തിൽ ബറക്കത്ത് നിറഞ്ഞ മാസമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ മാസമാണ് റമളാൻ എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആൻ ഇറക്കിയ മാസം. അതുകൊണ്ട് തന്നെ ആ മാസത്തിൽ അല്ലാഹു തആല പറഞ്ഞു, സൂറത്തുൽ ബഖറയിലെ 183-ാമത്തെ ആയത്തിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, ഏ മുഅ്മിനീങ്ങളെ, കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ മേലെ ഇതാ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. ഈ നോമ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അല്ലാഹു തആല അതിനോടൊപ്പം സമാധാനിപ്പിച്ച് പറയാണ്, നിങ്ങളുടെ മുൻപുണ്ടായിരുന്ന ആളുകൾക്കുണ്ടായിരുന്നു എന്ത്? നോമ്പ്. എന്തിനാ നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത്? നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളാവാൻ വേണ്ടിയിട്ടാണ്. യഥാർത്ഥത്തിൽ നോമ്പ് എന്ന് പറഞ്ഞാൽ തഖ്വയുടെ തഹ്ഖീഖാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് അതിനുള്ള പ്രേരണയും ശക്തിയുമേകുന്ന, അതിനുള്ള തെളിവായിക്കൊണ്ട് അത് ചെയ്യാൻ സാധിക്കുന്ന ഒരു കർമ്മമാണ് നോമ്പ്. ഇപ്പൊ നിർബന്ധമാണ് റമളാൻ മാസത്തിൽ, അതല്ലാതെ ഐച്ഛികമായിട്ട് നോമ്പ് നോൽക്കാം. ഒരാൾ നോമ്പ് നോൽക്കുമ്പോൾ അള്ളാഹു തആല ധാരാളം ഫദ്ലും അള്ളാഹു പ്രത്യേകം പ്രതിഫലം നൽകുമെന്ന് പറഞ്ഞിട്ടുള്ള കർമ്മമാണ് നോമ്പ്. നമ്മുടെ ജീവിതത്തിലെല്ലാം നാം ഐച്ഛികമായ നോമ്പുകൾ നമുക്ക് എങ്ങനെയാണോ സാധിക്കുക അതുപോലെയെല്ലാം എടുക്കാൻ നമ്മൾ ശ്രമിക്കണം. ഇനി സഹോദരങ്ങൾ, നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫജ്ർ മുതൽ മഗ്രിബ് വരെ അവന് അനുവദിക്കപ്പെട്ടിട്ടുള്ള ഹലാലായതായിട്ട് തന്നെയുള്ള ഭക്ഷണം, പാനീയങ്ങൾ, അവന്റെ ഇണ, അവന്റെ ഭാര്യ, അവന്റെ ശഹ്വത്തുകൾ, ഇതെല്ലാം പിടിച്ചു നിർത്തുന്നതിനാണ് നോമ്പ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അഥവാ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് നോമ്പിനെ പിടിച്ചു നിർത്തുക എന്നുള്ളത്, ഇതാണ് നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിലൂടെ ഒരാൾക്ക് അവന്റെ നഫ്സിനെ പിടിച്ചു നിർത്താനും നഫ്സിനെ പരിശീലിപ്പിക്കാനും കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള പ്രേരണയാകും. വർഷത്തിൽ ഒരു മാസമേ ഉള്ളൂ, റമളാനിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ആ റമളാനിലെ നോമ്പിന്റെ ഒരു അനന്തര ഫലം അവന്റെ ബാക്കിയുള്ള വർഷത്തിൽ മുഴുവൻ നിലനിൽക്കുന്ന അവസ്ഥയിൽ അവന് കൊണ്ടു നടക്കാൻ സാധിക്കുന്നു. സലഫുകൾ അങ്ങനെയായിരുന്നു. സലഫുകൾ റമളാൻ കഴിഞ്ഞാൽ പിറ്റേ അടുത്ത ഒരു 6 മാസത്തേക്ക് ആ റമളാനിന്റെ കർമ്മങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലായിരിക്കും. വരാൻ പോകുന്ന
റമളാനിന്റെ മുമ്പേ ഒരു 6 മാസം ആ കാലത്ത് അവർ റമളാനിന് വേണ്ടി ഒരുങ്ങുന്ന ഒരുക്കത്തിലായിരിക്കും. ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത് ഇനി 100-ൽ കുറവ് ദിവസങ്ങളാണ് ഈ റമളാനിലുള്ളത്. നമ്മൾ ഓരോരുത്തരും മാനസികമായിട്ടും അതുപോലെ ശാരീരികമായിട്ടും സുന്നത്തായ നോമ്പുകൾ എടുത്തിട്ടും ഖുർആൻ പാരായണം വർദ്ധിപ്പിച്ചിട്ടും ഇബാദത്തുകൾ വർദ്ധിപ്പിച്ചിട്ടും റമളാനിന് വേണ്ടി ഒരുങ്ങേണ്ട തയ്യാറാവേണ്ട സമയത്തിലാണ്. അതിന്റെ ഒരു ചിന്ത മനസ്സിൽ ഉൾക്കൊള്ളിക്കേണ്ട സമയത്തിലാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു റജബായി ശഅബാനായി കഴിഞ്ഞാൽ റജബ് അവൻ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. റജബിൽ വിത്ത് പാകേണ്ട കാലമാണ്, മാസമാണ്. ശഅബാനിൽ വെള്ളം നനയ്ക്കേണ്ട മാസമാണ്, വിളവ് കൊയ്യേണ്ട മാസമാണ് ഏത് റമളാൻ എന്നുള്ളത്. അപ്പൊ അതിനൊരുങ്ങാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി 5ാമത്തെ റുക്ൻ എന്നുള്ളത് ഹജ്ജാണ്. ഹജ്ജിനെ പറ്റി നമുക്കറിയാം. ഒരാളുടെ ആയുസ്സിൽ, ഒരാൾ ജീവിക്കുന്ന ജീവിതത്തിൽ ഒരു തവണ മാത്രം നിർബന്ധമായിട്ടുള്ള കർമ്മമാണ് ഹജ്ജ് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭവനമായ കഅബയിൽ അല്ലെങ്കിൽ ആ നാട്ടിൽ പോയി അവിടെ പഠിപ്പിക്കുന്നത് പോലെ ദുൽഹിജ്ജ 8-ന് ആരംഭിക്കുമ്പോൾ 8-ന് മിനയിൽ പോവുകയും 9-ൽ അറഫയിലേക്ക് എത്തുകയും പിന്നെ ദുൽഹിജ്ജ 9 രാത്രി മുസ്ദലിഫയിൽ രാപ്പാർക്കുകയും പിന്നീട് 10-ന് അറഫ നടത്തുകയും തവാഫും സഅയും നിർവഹിച്ച് ജംറയിൽ കല്ലെറിഞ്ഞ് 3 ദിവസം വീണ്ടും മിനയിൽ താമസിക്കുകയും ചെയ്യുന്ന, ചുരുക്കി പറഞ്ഞാൽ അതാണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ. അതാണ് ഹജ്ജിന്റെ കർമ്മങ്ങളുടെ ഒരു ചുരുക്കം. ഇങ്ങനെ ചെയ്യുന്ന ഈ കർമ്മമാണ് ഹജ്ജ് എന്നുള്ളത്. അത് ഒരാൾക്ക് കഴിവുണ്ടെങ്കിൽ, കഴിവെന്ന് പറഞ്ഞാൽ അവന് ആരോഗ്യം ഉണ്ടായിരിക്കണം, അവന് യാത്ര പോകാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം, അവന് സമ്പത്ത് ഉണ്ടായിരിക്കണം, അവന്റെ യാത്രക്കും അവൻ പോയി കഴിയുന്ന ആ കാലം അത്രയും അവന്റെ കുടുംബത്തിനും ചെലവിനുള്ള സമ്പത്ത് അവന്റെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇതാണ് ഇസ്തിതാഅത്ത് എന്ന് പറഞ്ഞാൽ ഹജ്ജിന്. അങ്ങനെയുള്ള ഒരാൾ അവൻ ഹജ്ജ് നിർവഹിക്കണം. ഈ ഹജ്ജ് എന്ന് പറഞ്ഞാൽ പൈസ ഇങ്ങനെ ബാങ്കിൽ എടുത്തു വെക്കണമെന്നൊന്നുമില്ല. ചില ആളുകൾ കാണാം 10-30 സെന്റോ അല്ലെങ്കിൽ അതിലും കൂടുതലോ സ്ഥലം ഉണ്ടാവും, അവന് വീടും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, എന്നിട്ട് സ്ഥലങ്ങൾ കുറെ ഉണ്ടാവും, പക്ഷെ അവൻ ജീവിതത്തിൽ ഹജ്ജ് ചെയ്തിട്ടുണ്ടാവില്ല. ചിലപ്പോൾ 5 സെന്റ് വിറ്റാല് അല്ലെങ്കിൽ കുറച്ച് വിറ്റ് കഴിഞ്ഞാൽ അവന് ഹജ്ജ് ചെയ്യാൻ പറ്റും, അവനത് ചെയ്യൂല, അതിന്റെ മക്കൾക്കുള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട് എടുത്തു വെക്കുന്നത് ധാരാളം ആളുകളുണ്ട്. ഏക്കർ കണക്കിന് സ്ഥലമുള്ള ആളുകൾ ഇത് മക്കൾക്കുള്ളതാണ്, മക്കൾ സമ്മതിക്കൂല വിൽക്കാൻ എന്ന് പറഞ്ഞിട്ട് ഹജ്ജ് ചെയ്യാതിരിക്കുന്ന ആളുകളെ കാണാം. അതില്ലായ്മയാണ്, അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ് ഒന്നാമത്തേത്. ഈ മക്കളെ തന്നതും ഈ ഭൂമി തന്നതും എല്ലാം ആരാണ്? അള്ളാഹുവാണ്. അള്ളാഹുവിനോടുള്ള കടമയാണ് ആദ്യം നമ്മൾ നിർവഹിക്കേണ്ടത്. സൂറത്ത് ആലി ഇംറാനിലെ 97-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈതി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. കഴിവുള്ളവൻ ഹജ്ജ് നിർവഹിക്കുക എന്നുള്ളത് അവൻ അള്ളാഹുവിനോടുള്ള ബാധ്യതയിൽപ്പെട്ട കാര്യമാണ്. ഹദീസുകളിൽ വന്നതിൽ ധാരാളം ഹദീസുകൾ കാണാം. അതിന്റെ എല്ലാം ആകെ തുകയായി പണ്ഡിതന്മാർ പറഞ്ഞു, തൗഹീദിന്റെ തഹ്ഖീഖിന്റെ അമലാണ് ഹജ്ജ് എന്നത്. ഒരാൾക്ക് തൗഹീദ് സാക്ഷാത്കരിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ തെളിയിച്ചു കൊടുക്കാൻ സാധിക്കുന്ന കർമ്മമാണ് ഹജ്ജ് എന്നുള്ളത്. അത് മബ്റൂറാണെങ്കിൽ, അത് മഖ്ബൂലാണെങ്കിൽ ഹറാമായ ഒന്നുമില്ല, ദിയാവോ സുമഅത്തോ ഇല്ല, ഏറ്റവും നല്ല ഷർത്തും റുക്നുകളും എല്ലാം പാലിച്ചിട്ടാണ് ആ ഹജ്ജ് അവൻ നിർവഹിക്കുന്നതെങ്കിൽ അവന്റെ പാപങ്ങൾ ജനിച്ച കുട്ടിയെ പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഉത്തമം. ജനിച്ച കുട്ടിക്ക് എന്തുണ്ടാവൂല? നന്മ ഉണ്ടാവൂല. ഇവരെങ്ങനെയാണ്? മബ്റൂറായ ഒരു ഹജ്ജ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവന്റെ പ്രതിഫലം എന്താണ്? ഒന്ന് സ്വർഗമാണ്, രണ്ടാമത്തേത് അവന്റെ ഉമ്മ ജനിച്ച ദിവസത്തിൽ ഒരു തിന്മയും ഇല്ലാതെ അവൻ വന്നതുപോലെയാണ് അവൻ തിരിച്ചു വരിക. മാത്രമല്ല അവൻ അതുവരെ ചെയ്ത സൽക്കർമ്മങ്ങളെല്ലാം അവൻ ഉണ്ടാവുകയും ചെയ്യും. എന്ത് മഹത്തായ കാര്യമാണ്! ഒരു തവണ ഹജ്ജ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. ബാക്കിയുള്ളതെല്ലാം തതവ്വുആയിട്ടുള്ള ഹജ്ജുകളാണ്. ഇതാണ് സഹോദരങ്ങളെ ഇസ്ലാമിന്റെ 5 അർക്കാനുകൾ എന്ന് പറയുന്നത്. ഒരാൾ മുസ്ലിം ആയി കഴിഞ്ഞാൽ അവൻ ജീവിതത്തിൽ ബാഹ്യമായി പ്രകടമായി അവൻ കൊണ്ടു നടക്കേണ്ട 5 കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ. ഈ കാര്യങ്ങളുടെ മഹത്വം ചെറുതല്ല. ഈ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പഠിക്കേണ്ടതിന്റെ ഗൗരവം ചെറുതല്ല. കാരണം ഇത് കൃത്യമായി ഒരാൾ കൊണ്ടുനടക്കുന്നുണ്ടെങ്കിൽ, ഈ തസവ്വുഅൊക്കെ ഒഴിവായിക്കോളെ, നഫ്ലുകളൊക്കെ ഒഴിവായി, ഇത് ഒരു കുറവുമില്ലാതെ ഒരുത്തൻ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന നരകത്തിൽ നിന്ന് അകറ്റുന്നവനെ പോലെയാണ്. മുആദ് റളിയല്ലാഹു അൻഹു ഹദീസിൽ കാണാം, അദ്ദേഹം ഒരിക്കൽ ചോദിച്ചു, യാ റസൂലല്ലാഹ് അഖ്ബിർനി ബിഅമലിൻ യുദ്ഖിലുനി അൽ ജന്ന വയുബാഇദുനി അനിൻ നാർ. എനിക്കൊരു കർമ്മത്തെ പഠിപ്പിച്ചു തരണം, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന നരകത്തിൽ നിന്ന് അകറ്റുന്ന കർമ്മം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 5 കാര്യങ്ങൾ പറഞ്ഞു, ഇസ്ലാം കാര്യങ്ങളാണ് പഠിപ്പിച്ചു കൊടുത്തത്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ ഒരു വ്യക്തി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അറഅയ്ത ഇദാ സ്വല്ലൈതു സ്വലവാത്തിൽ മക്തൂബാത്ത്. റസൂലേ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞാൻ 5 വക്ത് നിസ്കാരം നിസ്കരിക്കാൻ, വസുംതു റമളാൻ, റമളാനിൽ നോമ്പ് നോൽക്കാൻ, വഹലൽതുൽ ഹലാൽ, ഹലാലുകളെല്ലാം ഹലാലായി അംഗീകരിക്കാൻ,
വഹറംതുൽ ഹറാം, ഹറാമുകളെല്ലാം ഹറാമായി കണ്ട് ഒഴിവാക്കുകയാണ്. വലം അസിദ് അലാ ദാലിക ഷൈഅൻ അദ്ഖുലുൽ ജന്ന, ഇതിൽ കൂടുതലായിട്ട് ഞാൻ ഒന്നും ചെയ്യൂല. നിർബന്ധമായ എന്റെ മേലെ കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. പിന്നെ ഹലാൽ ഹറാം നോക്കി ജീവിക്കും, ഹലാൽ മാത്രം നോക്കി ജീവിക്കും. ഞാൻ വേറെ ഒന്നും വർദ്ധിപ്പിക്കൂല, ഞാൻ സ്വർഗ്ഗത്തിൽ കിടക്കുക ചോദിച്ചു. അപ്പൊ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? സ്വർഗ്ഗത്തിൽ കിടക്കും. അതുപോലെ തന്നെ ഒരു അറാബി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ഇസ്ലാം കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ അറാബി പറഞ്ഞു, വല്ലാഹി ലാ അസീദു അലാ ഹാദാ വലാ അൻഖുസ്, ഞാൻ ഇതിലൊന്നും കൂട്ടൂല ഒന്നും കുറക്കൂല, ഇതന്നെ ഞാൻ ചെയ്യുള്ളൂ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ലഹ ഇൻ സദഖ, അവൻ ആ പറഞ്ഞത് സത്യസന്ധമായിട്ടാണെങ്കിൽ അവൻ വിജയിച്ചു. മറ്റൊരു റിവായത്തിൽ ദഖലൽ ജന്ന ഇൻ സദഖ, അവൻ അത് സത്യസന്ധമായി പുലർത്തിയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഒരാൾ അടുക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം എന്താണ്? നിർബന്ധമായിട്ടുള്ള കർമ്മങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ ഇഫ്തറതു അലൈഹി, അവന്റെ മേലെ നിർബന്ധമാക്കിയ കാര്യങ്ങൾ കൊണ്ടാണ് ഒരു അടിമ അള്ളാഹുവിലേക്ക് എന്നിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. നിർബന്ധമായ കർമ്മങ്ങൾ ചെയ്യാതെ സുന്നത്ത് ചെയ്ത അള്ളാഹു കൂലി കൊടുക്കൂല. ചില ആളുകൾ അങ്ങനെ ഇതാണ്, ചില ആളുകളുടെ അവസ്ഥയാണ്. ചില ആൾക്കാർ രാത്രി നിന്ന് നിസ്കരിക്കും, ഫജ്ർ നിസ്കരിക്കൂല, അവൻ കിടന്നുറങ്ങിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ സുന്നത്തായ നോമ്പിങ്ങനെ നോൽക്കും, റമദാനിന് നോമ്പ് നോൽക്കൂല. ചിലപ്പോ നല്ല സ്വതക്കം കൊടുക്കുന്നുണ്ടാവും, പക്ഷെ സക്കാത്ത് കണക്കനുസരിച്ച് നോക്കി കൊടുക്കണ്ടാവില്ല. ഇതിൽ ഏറ്റവും വലിയൊരു രസം, അവന്റെ ഈ കർമ്മവും സ്വീകരിക്കൂല, അവന് ഫർള് നഷ്ടപ്പെടുത്തിയ ശിക്ഷയുണ്ടാവും. സുന്നത്ത് സ്വീകരിക്കൂല, അവന് ഫർള് നഷ്ടപ്പെട്ട കുറ്റവും ഉണ്ടാവും. ഇസ്ലാമിൽ ഒരു കായികയാണ്, നിർബന്ധമായത് ചെയ്താൽ മാത്രമേ ഐച്ഛികമായത് എന്തുള്ളൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുള്ളൂ. നിർബന്ധമായത് ചെയ്തിരിക്കണം. എന്നത്തെയും കാര്യം പറയണം, ഏതെങ്കിലും ഒരു ദിവസത്തെ അല്ല, സ്ഥിരമായിട്ടുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ എല്ലാ ദിവസവും രാത്രി നിസ്കരിക്കുന്നുണ്ട്, ഫജ്ർ നിസ്കരിക്കുന്നുണ്ട്, ഒരു ദിവസം നഷ്ടപ്പെട്ടുള്ള കാര്യമല്ല പറഞ്ഞത്. ഒരു ദിവസം ഞാൻ ഉറങ്ങിപ്പോയതുകൊണ്ടല്ല, സ്ഥിരമായി ചെയ്യുന്ന ആളുകളുടെ അവസ്ഥയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തികളും, നമ്മളാവട്ടെ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാവട്ടെ, പഠിപ്പിക്കുന്നവരുടെ മേലുള്ള ബാധ്യതയാണ് അവർ ആളുകൾക്ക് ഇത് ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. പഠിക്കുന്നവരുടെ ബാധ്യതയാണ് ഇതിന്റെ കാര്യങ്ങൾ, ഇതിന്റെ ഓരോ ശാഖകളും ഭാഗങ്ങളും കൃത്യമായി പഠിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെ മേലുള്ള ബാധ്യതയാണ് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഭാര്യമാരിലും മക്കളിലും ഈ അടിസ്ഥാന കാര്യങ്ങൾ ആവർത്തിച്ച് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത്. കാരണം ഇത് നിർബന്ധമായിട്ട് നമ്മുടെ പരലോക വിജയത്തിന് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന കാര്യങ്ങളാണ്. അപ്പൊ ഈ 5 കാര്യങ്ങൾ ഓരോ മനസ്സിലാക്കുക. അപ്പൊ എന്തൊക്കെയാണ് അർക്കാനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ? ഒന്ന് ഷഹാദത്താൻ, ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അതിൽ ശുറൂത്തുകളും അർക്കാനുകളും പഠിച്ചു, മുഹമ്മദ് റസൂൽ എന്താണെന്ന് പഠിച്ചു. നിസ്കാരം, അസ്സലാഹ്, അതിന്റെ പ്രാധാന്യം പഠിച്ചു, അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ വിശദീകരിക്കും, കർമ്മങ്ങളിൽ വിശദീകരിക്കും. സക്കാത്ത്, അതിന്റെ ഗൗരവം പഠിച്ചു. അതുപോലെ നോമ്പ് അതെങ്ങനെയാണെന്ന് പഠിച്ചു. ഹജ്ജ്, അതിന്റെ ഫളലും അതിന്റെ പ്രാധാന്യവും നമ്മൾ മനസ്സിലാക്കി. ഇതിന്റെ ഓരോന്നും ആഴത്തിൽ നമ്മൾ വിശദീകരിക്കും ഇൻഷാ അല്ലാഹ്. ബില്ലാഹി തൗഫീഖ്. അടുത്ത പാഠം ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറയുന്നത് അർക്കാനുൽ ഈമാൻ. ഇനി ഒരാൾ ഖൽബിൽ ഉറച്ചു വിശ്വസിക്കേണ്ട 6 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതിനെ കുറിച്ചാണ് അടുത്തത് വിശദീകരിക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത ദർസിൽ നമുക്ക് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.